ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മളുടെ DG ഓട്ടോമാറ്റിക്കലി AMF സിസ്റ്റം ഒന്ന് ആക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ATS പാനലുണ്ട്. ചേഞ്ച് ഓവർ ഓട്ടോമാറ്റിക്കലി തനിയെ ആയിക്കോളും. പക്ഷേ ഇത് ഇത്ര നാളെ നമ്മൾ DG ഓപ്പറേറ്റീവലി മാനുവലി ആയിരുന്നു കറണ്ട് പോകാൻ നേരത്ത് ഓൺ ആകാൻ നേരത്ത് ഓഫ് ചെയ്തുകൊണ്ടിരുന്ന. അപ്പം നൈറ്റ് ടൈമുകളിൽ നമുക്ക് ഒരു ഇതായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു റിലേ സിസ്റ്റം അതിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുവാണ്. ഉണ്ട് റിലേ. സത്യത്തിൽ ഇത് സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പും ഓട്ടോമാറ്റിക് ആകാൻ ഒരു റിലേയുടെ ആവശ്യമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷേ ഇതിൻ്റെ മറ്റ് കമ്പോണൻസിൻ്റെ ഇതുകൊണ്ട് സ്റ്റോപ്പ് ബട്ടൺ കണ്ടിന്യൂസ്ലി ഷോർട്ടായിരിക്കുന്നത് കാരണം നമുക്ക് എമർജൻസി എന്ന് പറയുന്ന ഒരു എറർ മീറ്ററിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ 2 ടൈം റിലേ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ഓട്ടോമാറ്റിക് ചെയ്യുന്ന PLC ഉപയോഗിച്ചാണ്. നമ്മളിത് എനിക്ക് 2000 രൂപ താഴെ സാധാ ഈ ഒരു റിലേ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു റിലേന്ന് സീരീസ് കണക്ഷൻ എടുത്ത് ടൈം ഫ്രീക്വൻസി 10 സെക്കൻഡ് ഇട്ടുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ ക്ലോസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മറ്റേത് നേരെ INC കോണ്ടാക്റ്റോ പിടിച്ച് നേരെ സ്റ്റാർട്ടാവും. പിന്നെ നമ്മളുടെ പാനൽ ഓണായി കഴിഞ്ഞെന്നാൽ ജസ്റ്റ് ഉള്ള ടൈമിൽ മാത്രം നമുക്കിത് ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ആക്കിയാൽ മതി. അല്ലാത്ത ടൈമുകളിൽ നമുക്ക് കറണ്ട് പോയാലും DG നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം ഗസ്റ്റുള്ള ടൈമുകളിൽ പാനൽ ഓണായി ഇട്ട് കഴിഞ്ഞാൽ തനിയെ ഓണും ഓഫും ആയിക്കോളും കറണ്ട് പോകുന്നതനുസരിച്ച്. ജസ്റ്റ് ഇല്ലാത്ത ടൈമുകളിൽ നമ്മൾ പാനൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോയാലും DG എടുക്കത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രയലൊന്ന് കാണിച്ചു തരാം. ഇപ്പം പാനൽ നമ്മൾ ഓണാക്കി സ്റ്റാർട്ടിങ് കാണിക്കുവാണ്. അപ്പം നമ്മളുടെ റിലേ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന സപ്ലൈ നമ്മളിവിടെ ഒരു ഡബിൾ പോൾ MCB ത്രൂ ആണ് വിട്ടിരിക്കുന്നത്. ഇത് KCB ഡയറക്റ്റാണ് ഈ MCB വരുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ റിലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഉണ്ടാകണമെന്നുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ആ റിലേ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം KCB ഇൻകമിങ് ഈ 2 പോൾ MCB മുഖാന്തരം നമ്മളവിടെ റിലേ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഡയറക്റ്റ്. ഇപ്പം നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം ആ റിലേ. എന്ന് വെച്ചാൽ കറണ്ട് പോകുന്ന ഫങ്ഷനാണ് ഇപ്പോൾ ഈ MCB ഓഫ് ചെയ്യാൻ നേരത്ത് സംഭവിക്കണം. MCB എപ്പോഴും ഓൺ പൊസിഷനിൽ ഇരിക്കാൻ നേരത്ത് യഥാർത്ഥത്തിൽ കറണ്ട് പോകുന്നതിനും ഓഫാകുന്നതിനും അനുസരിച്ച് നമുക്കവിടെ പർപ്പസ് ആകും. ഇപ്പം ഞാൻ കറണ്ട് പോകുന്നൊരു സിസ്റ്റം കൂടെയാണ് ടോട്ടലി DG ഓണായി ഓണാക്കി ഓഫായി. ഇനി നമുക്ക് കറണ്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ സപ്ലൈ വന്ന കണ്ടീഷനിൽ നേരെ തനിയെ DG ഓഫായി സിസ്റ്റം. ഇതിപ്പം ടെമ്പററി ആയിട്ട് നമ്മളൊന്ന് ചെക്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിന് ശേഷം വേറെ ടൈം ഉപയോഗിച്ച് നമ്മളുടെ MCB പാനൽ പോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ റിലേക്കുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അതിൽ MCB ഒരു ചാനലിലൂടെ വെച്ച് അതിൽ ഇറങ്ങിയത് പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഈ സിസ്റ്റത്തിൽ നമുക്ക് ഇവിടെയുള്ള ചെറിയൊരു മൈനോറിറ്റി ഇഷ്യൂ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടങ്ങളിലൊക്കെ മിക്കവാറും തന്നെ കറണ്ട് പോയി കണ്ടിന്യൂസ്ലി നിൽക്കാറില്ല. പെട്ടെന്ന് പോയി പെട്ടെന്ന് വരുന്നൊരു സംവിധാനമാണ് മിക്കവാറും തന്നെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ നമുക്ക് ഉണ്ടാകുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് അങ്ങനെ പോയും വരാൻ നേരത്ത് ബാറ്ററി ഡിസ്ചാർജിങ് കൂടുതൽ നടക്കുകയും ചാർജിങ് എൻജിൻ അധിക നേരം റൺ ചെയ്യാത്തത് കൊണ്ട് ചാർജിങ് നടക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയൊരു ഫാൾട്ടാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻജിൻ ത്രൂ ആണ്, എൻജിൻ റണ്ണാകാൻ നേരത്ത് മാത്രമേ ബാറ്ററി റീചാർജ് ആകുള്ളൂ. അതുകൂടാതെ തന്നെ എക്സ്റ്റേണലായിട്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും നമ്മുടെ ബ്രിഡ്ജ് സർക്യൂട്ടും ഉപയോഗിച്ച് നമ്മളൊരു ബാറ്ററി റീചാർജിന് KCB ഡയറക്റ്റ് റീചാർജിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം കൂടെ ഇഷ്യൂ കൂടെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്ന. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.